മലയാളത്തിൽ 6 സീസണുകൾ കംപ്ലീറ്റ് ചെയ്ത ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയധികം ജനങ്ങൾ നമ്മളുടെ കൊച്ചു കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഓരോ സീസണുകൾ വരുമ്പോഴും അതിലെ കണ്ടസ്റ്റൻസിന് ഒരുപാടധികം സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നതും ആ ഒരു സീസണിന്റെ വിജയത്തിന് കാരണമാകുന്നതും എല്ലാം നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. ബിഗ് ബോസ് മലയാളം 6 സീസണുകൾ പിന്നിടുകയാണ്. ഈ ഒരു സമയത്തും ഒത്തിരിയധികം ജനങ്ങൾ ഈ ഒരു റിയാലിറ്റി ഷോയെ ഒത്തിരി താല്പര്യത്തോടു കൂടി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ്. ടോപ്പ് 3 റാങ്കിങ്ങുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും അധികം ചാനലിനും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനും ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ, അതുപോലെ തന്നെ കാണുന്ന ജനങ്ങളോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന അത്രയും കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ബേസിൽ ഏത് സീസൺ ആയിരുന്നു ആദ്യ 3 പട്ടികകളിൽ ഇടം പിടിച്ചത്? അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കംപ്ലീറ്റ് ആവുന്ന സമയത്ത് 5 വിജയികളാണ് നമുക്ക് മുന്നിലുള്ളത്. അവരിൽ ഏറ്റവും മികച്ച 3 വിജയികൾ ആരായിരുന്നു? അതുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എല്ലാവരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3 കൊല്ലമായിട്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അതുപോലെ തന്നെ 6 സീസണുകളായിട്ട് ഈ ഒരു ഷോയെ ഇഷ്ടപ്പെട്ട് കാണുന്നതിൻ്റെയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പറയാൻ പോകുന്നത് ഏത് സീസൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കൊടുത്ത് ഏഷ്യാനെറ്റ് എന്ന ചാനലിന് ഒരുപാടധികം TRP റേറ്റിംഗ് സമ്പാദിച്ചു കൊടുത്ത സീസൺ, അതുപോലെ തന്നെ ജനങ്ങൾ ഒത്തിരി ഇഷ്ടത്തോടു കൂടി ഒരുപാട് താല്പര്യത്തോടു കൂടി നോക്കിക്കണ്ട സീസൺ ഏതായിരുന്നു? ആദ്യ 3 പട്ടികകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 5 ആണ്. അഖിൽ മാരാർ ടൈറ്റിൽ വിന്നറായ ബിഗ് ബോസ് മലയാളം സീസൺ 5 ഒത്തിരിയധികം ജനങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി കണ്ടൊരു സീസൺ ആയിരുന്നു. ഒരുപാട് വ്യത്യസ്തതകൾ ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായി കൊണ്ടുവന്ന ഒരു സീസൺ, ആദ്യമായി ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്ന ഒരു സീസൺ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടൊരു സീസൺ. അതുപോലെ തന്നെ ജനങ്ങൾ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച ഫാമിലി ടാസ്ക് ആദ്യമായി ബിഗ് ബോസ് മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ 5. അഖിൽ മാരാർ, ശോഭ വിശ്വനാഥ്, ജുനൈസ്, വിഷ്ണു, ഷിജു അങ്ങനെയുള്ള വളരെ നല്ല കണ്ടസ്റ്റൻസിന്റെ മികച്ച പ്രകടനത്താൽ ഒരുപാടധികം കണ്ടന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ 5 ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഒത്തിരി സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് കണ്ടസ്റ്റൻസിനും ഒരുപോലെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീസൺ 5 ആദ്യമായി പണപ്പെട്ടി എടുത്തുപോയ നാദിറയുടെ ജീവിതം മാറ്റിമറിക്കുന്നതിലും ബിഗ് ബോസ് മലയാളം സീസൺ 5 വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാമുഹൂർത്തങ്ങൾ അഖിൽ മാരാർ എന്ന ഒരു 1 മാൻ ആർമി തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 5 മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ലിസ്റ്റ് വരുന്ന സമയത്ത് 60% വോട്ടുകൾ ഒറ്റയ്ക്ക് നേടിയാണ് അഖിൽ മാരാർ സീസൺ 5 വിന്നറായത്. കോമഡിക്ക് കോമഡി, കലിപ്പാണെങ്കിൽ കലിപ്പ്, എന്തുകൊണ്ടും ഒരു അടിപൊളി ഗെയിമർ ആയിരുന്നു അഖിൽ മാരാർ. അതുപോലെ തന്നെ പല ഗെയിമർമാരും ബിഗ് ബോസ് മലയാളം സീസൺ 5 തന്റെ മാക്സിമം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 5 ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനം ബിഗ് ബോസ് മലയാളം സീസൺ 5 അടുത്തതായി പറയാനുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 4 ആണ്. നമ്മുടെ ലിസ്റ്റിൽ 2-ാമത്തെ പേര് ബിഗ് ബോസ് മലയാളം സീസൺ 4. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന ഒറ്റ പേര് മതി ബിഗ് ബോസ് മലയാളം സീസൺ 4 നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ. അതുപോലെ തന്നെ ജാസ്മിൻ എം മൂസ, റിയാസ് സലീം ഇവരുടെയൊക്കെ ശക്തമായിട്ടുള്ള ഗെയിമുകൾ കൊണ്ട് കണ്ടന്റുകൾ കൊണ്ട് ഒരു കൂമ്പാരം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 4 ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചു. ഒരുപാടധികം പ്രതിഭാശാലികളായിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ അടിപൊളി പ്രകടനം കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 4 കൈവരിച്ച TRP റേറ്റിംഗും കണ്ടന്റുകളും ചെറുതൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും 75-ാം ദിവസം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന കണ്ടസ്റ്റന്റ് പുറത്തുപോയ സമയം മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 4 പുറത്തുമകത്തും ഒരുപോലെ വലിയ ചർച്ചകൾക്ക് കാരണമാകുകയും സോഷ്യൽ മീഡിയയിൽ വൻ വിവാദങ്ങൾക്ക് ഏർപ്പെടുന്നതിനും വലിയ കാരണമായി തീർന്നു. അതിലൂടെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 4 വലിയൊരു ഹൈപ്പിലേക്കും ആ ഒരു സമയത്ത് ഏഷ്യാനെറ്റ് എന്ന ചാനലിന് വളരെ ഗംഭീരമായ ഒരു TRP റേറ്റിംഗ് ഉയർത്തി കൊടുക്കാനും സീസൺ 4
4ന് സാധിച്ചിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ കപ്പ് ഉയർത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആദ്യത്തെ ബിഗ് ബോസ് ലേഡി വിന്നർ ആയിട്ടുള്ള ദിൽഷ പ്രസന്നനായിരുന്നു. ബിഗ് ബോസ് മലയാളം 6 സീസണുകൾ പിന്നിടുന്ന സമയത്തും ഇപ്പോഴും ദിൽഷയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഒരു ലേഡി വിന്നറും ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ വ്യത്യസ്തകളായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ബ്ലെസ്ലി എന്ന കണ്ടസ്റ്റന്റിനെ പറ്റി പറയാതെ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 4നെ പറ്റി അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ആദ്യമായി ബിഗ് ബോസിൽ മൈൻഡ് ഗെയിം കൊണ്ടുവന്ന് അത് കളിച്ച് അടിപൊളിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പെർഫെക്റ്റ് ഗെയിമർ ആയിരുന്നു ബ്ലെസ്ലി. അതുപോലെ തന്നെ പ്രൊവോക്കിംഗ് ഗെയിമിന്റെ അങ്ങേയറ്റം കളിച്ചു വന്ന ഒരു ഗെയിമർ ആയിരുന്നു റിയാസ് സലീം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആദ്യമായൊരു കണ്ടസ്റ്റന്റ് ഇറങ്ങിപ്പോയത് നമ്മുടെ മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. മറ്റാരുമല്ല, ജാസ്മിൻ എം മൂസ. അതുപോലെ തന്നെ പല പല കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും അടിയും ഇടിയും എല്ലാം ഒരുപാട് നിറഞ്ഞ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 4. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനം സീസൺ 4നാണ്. അടുത്തതായി 1ാം സ്ഥാനം മറ്റ ഒരു സീസണുമല്ല, റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 6നാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും അധികം റേറ്റിംഗ് ചാനലിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സീസൺ വരുന്നത്. അതിനകത്ത് കണ്ടസ്റ്റൻസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് വളരെ വലിയൊരു ഘടകമാണ്. ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് അടിച്ചു പൊളിച്ചാണ് ബിഗ് ബോസ് ഹൗസിൽ കളിച്ചത്. ഏറ്റവും അധികം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു പേരാണ് ജാസ്മിൻ ജാഫർ. അതുപോലെ തന്നെ ഏറ്റവും അധികം നാണക്കേടിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അധികം ചവിട്ടി താഴ്ക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഉയർന്നു വന്ന് ബിഗ് ബോസ് ഹൗസിന്റെ വിജയിയാവുന്നതും നമ്മൾ സീസൺ 6ൽ കണ്ടു. മറ്റാരുമല്ല, നമ്മുടെ ജിൻഡോ മച്ചാൻ. ആദ്യം എന്തൊക്കെയാണ് ജിൻഡോയെ പറ്റി പറഞ്ഞിരുന്നത്? മണ്ടൻ, പൊട്ടൻ, മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞ ജനങ്ങളെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ കണ്ടസ്റ്റന്റിനെ കൊണ്ട് തന്നെ അവസാന നാളുകളിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നറാണ് ജിൻഡോ എന്ന് പറയിപ്പിച്ച ഒരു മനുഷ്യൻ ആണ് ജിൻഡോ. എന്തൊക്കെയാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടു. ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഏറ്റവും വലിയ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ചയാക്കപ്പെട്ടതാണ് അർജുൻ ശ്രീതു കോംബോ. അതൊക്കെ വളരെ വിജയകരമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ബിഹൈൻഡ് ദ വുഡിന്റെ ബെസ്റ്റ് പെയർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ കാണുന്നത്. അതുപോലുള്ള ഒരുപാടധികം ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളും എല്ലാം ഒരുപോലെ കണ്ടൊരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. എന്തൊക്കെയാണെങ്കിലും ഫാമിലി ടാസ്കുകൾ കൊണ്ടും മറ്റ് സന്ദർഭങ്ങളും കൊണ്ടും ഒരുപാട് ടാസ്കുകൾ കൊണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്നെന്നും ഓർക്കപ്പെടുന്ന ഒരു സീസണായാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഫാമിലി ടാസ്കുകൾ കൊണ്ടും മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗെയിം പ്ലാനുകൾ കൊണ്ടും ഒരുപാട് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ കഴിഞ്ഞ ഒരു സീസൺ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനം ബിഗ് ബോസ് മലയാളം സീസൺ 6നാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും മികച്ച 3 സീസണുകളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചു. അടുത്തതായി നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ കൊടുത്ത, ഏറ്റവും അധികം ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റി ടൈറ്റിൽ വിന്നറായ 3 വിജയികളെ പറ്റിയാണ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് മറ്റാരുമല്ല, സാബുമോൻ. ബിഗ് ബോസ് മലയാളം സീസൺ 1ന്റെ വിജയിയായിട്ടുള്ള സാബുമോൻ. ഒത്തിരി പേർക്ക് ചിലപ്പോൾ സാബുവിനെ പറ്റി അറിയില്ല. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 1 വന്ന സമയത്ത് അധികം ജനങ്ങളൊന്നും ആ ഒരു റിയാലിറ്റി ഷോ കണ്ടിരുന്നില്ല. പിന്നീടാണ് പേളി ശ്രീനേഷിന്റെ ആ ഒരു പ്രണയബന്ധം മുന്നോട്ട് വന്ന സമയത്താണ് എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി ഒത്തിരി പേർ ആ ഒരു സീസണിലേക്ക് കണ്ണോടിച്ച് വന്നത്. എന്തൊക്കെയാണെങ്കിലും സാബുമോനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആദ്യമായി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. പല കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനും പല ടാസ്കുകളിലും അത്ഭുതമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും സാബുമോന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിന്റെ ടൈറ്റിൽ വിന്നറായ സാബുമോൻ ഒത്തിരിയധികം വോട്ടുകളുടെ പിന്തുണയോടുകൂടിയാണ് സീസൺ 1ന്റെ വിജയിയായത്. അതിലുപരി സാബുമോന് ഒരുപാടധികം സിനിമയിലേക്കുള്ള അവസരങ്ങളും സീസൺ 1 ഉണ്ടാക്കി കൊടുത്തു. ഒത്തിരിയധികം ജനങ്ങൾ സാബു എന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു അത്. ഒത്തിരിയധികം ജനങ്ങൾ സാബുവിനെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയധികം ജനങ്ങൾ സാബുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയൊരു വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി സാബുമോൻ ബിഗ് ബോസ് മലയാളം സീസൺ 1ന്റെ ടൈറ്റിൽ വിന്നർ ആയത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് സാബുമോനാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ പേര് മറ്റാരുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിജയിയായിട്ടുള്ള ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും താഴെക്കിടെ കിടന്നിട്ട് വളർന്നു വന്ന് പൊരുതി നേടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. ആദ്യ സമയങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രത്തെ പറ്റി മോശമായി പറയുന്നവൻ, അതുപോലെ തന്നെ സംസാരിക്കാൻ അറിയാത്തൊരു പൊട്ടൻ,
ആകെ മൊത്തം മണ്ടൻ, പൊട്ടൻ, മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടസ്റ്റൻസും പുറത്ത് ജനങ്ങളും ഒരുപോലെ അടിച്ചു താഴ്ത്തിയ ഒരു വ്യക്തിത്വം ഇത്രയും നല്ല രീതിയിൽ ഉയർന്നു വന്ന് തൻ്റെ ഗെയിം കളിച്ച് ഒരുപാട് കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ സകല ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഗെയിം കളിച്ച് ജനങ്ങളിലേക്ക് ഇത്രയേറെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായി ജിൻഡോ മാറിയപ്പോൾ ഒത്തിരി അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജിൻഡോ ആ ഒരു സീസൺ 6 കപ്പ് ഉയർത്തിയത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ കാഴ്ചവെച്ച ഗെയിം ചെറുതൊന്നുമല്ല. ഒത്തിരി അധികം കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മുടെ മസിലളിയൻ മല്ലയ്യ ബിഗ് ബോസ് മലയാളം സീസൺ 6 കപ്പിൽ മുത്തമിട്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ജനങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു സമയത്തും ജിൻഡോനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് മറ്റാരുമല്ല, ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാർ. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു സീസൺ സ്വന്തം തോളിലേറ്റി കൊണ്ടുപോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ബിഗ് ബോസ് ഹൗസിൽ കലിപ്പെങ്ങി കലിപ്പ്, അടിയെങ്ങി അടി, ഇടിയെങ്ങി ഇടി, കോമഡിയെങ്ങി കോമഡി, എന്തിനും ഏതിനും മാരാർ റെഡി. ഒരു മാരാരിസമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 5 നമ്മൾ കണ്ടുവന്നത്. ഒരുപാടധികം ജനങ്ങളുടെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അഖിൽ ബിഗ് ബോസ് ഹൗസിന്റെ വിജയിയായത്. ടോപ്പ് 5 ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ജുനൈസും ശോഭയും റനീഷയും ഷിജുചേട്ടനും അഖിൽ മാരാറും എല്ലാവരും ഒരുമിച്ച് വന്ന ആ ഒരു ടോപ്പ് 5 ലിസ്റ്റ്. അങ്ങനെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫിനാലെ ദിവസത്തിന്റെ രാവിലെ വരെയും വോട്ടിംഗ് മുന്നോട്ട് പോയി. ആ ഒരു സമയത്തും അഖിലിന്റെ ഭൂരിപക്ഷം നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. അഖിൽ മാരാറിന്റെ ഭൂരിപക്ഷം സ്ക്രീനിൽ കാണിക്കാൻ പോലും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിന് സാധിച്ചിരുന്നില്ല. കാരണം അത് അത്രയും വലുതായിരുന്നു. പിന്നീട് അഖിൽ തന്നെ അത് പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 70% വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഒരു കണ്ടസ്റ്റന്റ് ആദ്യമായിട്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വിജയിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. 70% വോട്ട് ഒരൊറ്റ കണ്ടസ്റ്റന്റിലേക്ക് മാത്രം വന്നു. ബാക്കിയുള്ള വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആ സമയത്ത് ടോപ്പ് 5 ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസിനും. അത്രയും ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അഖിൽ മാരാർ. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് മുൻ സീസണിലെ ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ പേര് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യം. ആദ്യ നാളുകളിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അഖിൽ മാരാറിന് ഒരുപാട് വീഴ്ചകൾ നേരിടേണ്ടി വന്നു. ഒരുപാടധികം ജനങ്ങളും കണ്ടസ്റ്റൻസും ഒരുപോലെ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളിയ ഒരു പേരാണ് അഖിൽ മാരാർ. അവിടെ നിന്ന് ഗെയിം കളിച്ച് തൻ്റെ നാക്കിന്റെ ബലം കൊണ്ട്, അഖിൽ മാരാറിന്റെ നാക്കിന്റെ ബലം കൊണ്ട് എഴുതി തീർത്തൊരു ചരിത്രം എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 5 നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. അങ്ങനെ തന്നെയാണ് ആ ഒരു സീസൺ മുന്നോട്ട് പോയത്. വളരെ മികച്ചൊരു വിജയി. 50-ാം ദിവസത്തിൽ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 5 അഖിൽ മാരാർ കൊണ്ടുപോയി എന്ന് ഏകദേശം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. അത്രയും മികച്ചൊരു ഗെയിമാണ് അഖിൽ ബിഗ് ബോസ് ഹൗസിൽ പങ്കുവെച്ചത്. ആദ്യമായി ബിഗ് ബോസ് ഹൗസിലേക്ക് ചലഞ്ചേഴ്സ് കടന്നു വന്ന സമയത്തും തൻ്റെ ഗെയിമിന് ഒരു വീഴ്ചയും വരുത്താതെ അടിച്ചു കയറി നിന്ന ഒരു വ്യക്തിത്വമാണ് അഖിൽ മാരാറിൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അഖിൽ മാരാർ. അങ്ങനെ നമ്മൾ ഇന്ന് സംസാരിച്ചത് ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും മികച്ച 3 സീസണുകളെ പറ്റിയും അതുപോലെ തന്നെ ഏറ്റവും മികച്ച 3 മത്സരാർത്ഥികളെ പറ്റിയും അല്ലെങ്കിൽ ഏറ്റവും മികച്ച 3 വിജയികളെ പറ്റിയുമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിലും ഇത്രയും നാള് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ റിവ്യൂ ചെയ്തതിന്റെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ്. എന്തൊക്കെയാണെങ്കിലും പല ജനങ്ങളുടെയും പെർസ്പെക്റ്റീവ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്